CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് 13-ന് പൊന്നാനിയിൽ നൽകുന്ന സ്വീകരണത്തിന്റെ പ്രചരണാർത്ഥം പി നന്ദകുമാർ MLA നയിക്കുന്ന പൊന്നാനി മണ്ഡലം വികസന രാഷ്ട്രീയ ജാഥ സമാപിച്ചു. പി നന്ദകുമാർ MLA ക്യാപ്റ്റനും അജിത് കൊളാടി വൈസ് ക്യാപ്റ്റനും അബ്ദുൽ നാസർ മാനേജറുമായ ജാഥയുടെ 3-ാം ദിനം കൊല്ലൻപടിയിൽ നിന്ന് ആരംഭിച്ചു. തുടർന്ന് ചന്തപ്പടി, വളവ്, CV ജംഗ്ഷൻ, പുതുപൊന്നാനി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പൊന്നാനി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. 2 ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള മാതൃഭൂമിയുടെ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ അവിടെ പരസ്യമായി ഒരു പ്രസംഗം നടത്തിയുണ്ടായി. ആ പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടി അവരുണ്ടായിരുന്നത് പത്രപ്രവർത്തകർ മാത്രമല്ല, പത്ര ഉടമകളുണ്ടായിരുന്നു. ഞങ്ങൾക്കെതിരായി നിത്യേന എഴുതുന്ന പത്ര ഉടമകളും അവിടെ ഉണ്ടായിരുന്നു. കേരളത്തിലെ മന്ത്രിമാരുണ്ട്, പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട്, MLA മാരുണ്ട്. അങ്ങനെ സമ്പന്നമായ ഒരു സദസ്സിന് മുമ്പിലാണ് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ പറഞ്ഞത്, എനിക്ക് ഏക പ്രതീക്ഷ കേരളം മാത്രമാണ്. ഈ വാർത്ത മാതൃഭൂമിക്കകത്തും മനോരമയ്ക്കകത്തും ഇന്ത്യൻ എക്സ്പ്രസിലും ഹിന്ദുവിലും ഒക്കെ അടിച്ചു വന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതീക്ഷ എന്ന് പറയാൻ കാരണം, ഇന്ത്യയിൽ 20 സംസ്ഥാനങ്ങളില്ലേ, ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഭരിക്കുന്ന കർണാടകമില്ലേ, അവർ ഭരിക്കുന്ന തെലങ്കാനയില്ലേ, അവർ ഭരിക്കുന്ന ഹിമാചൽ പ്രദേശില്ലേ, അവർ പിന്തുണ നൽകിയിട്ടുള്ള ജാർഖണ്ഡില്ലേ. ഞാൻ BJP ഗവൺമെന്റ് സംസ്ഥാനങ്ങളെ പറ്റി പറയുന്നില്ല. കാരണം ഇവരാളുകളുടെ മഹാത്മാഗാന്ധിയെ ഹോൾസെയിലായി ഏറ്റെടുത്തുകൊണ്ടും നെഹ്റുവിന്റെ പിന്തുണക്കാരും എന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന ആൾക്കാർ. അവർ ഭരിക്കുന്ന സംസ്ഥാനത്ത് മാനവികത ഇല്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് കേരളം മാത്രമാണെന്ന് പറയാൻ കാരണം. വിവിധ കേന്ദ്രങ്ങളിൽ LDF നേതാക്കളായ TM സിദ്ദീഖ്, അഡ്വക്കേറ്റ് PK ഖലീമുദ്ദീൻ, CP മുഹമ്മദ് കുഞ്ഞി, അഡ്വക്കേറ്റ് E സിന്ധു, T സത്യൻ, OO ഷംസു എന്നിവർ സംസാരിച്ചു.